നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസൂട്ട് ഓസിലിനെ പോലെ ഒഡേഗാർഡ്. യെസ്, മെസൂട്ട് ഓസിൽ പാസുകൾ കൊണ്ട് വിസ്മയം തീർത്തവനാണ്. അതുപോലുള്ളൊരു പ്രകടനം ഇന്നലെയും നമ്മൾ കണ്ടു ഒഡേഗാർഡിൽ നിന്ന്. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് ഇപ്സ്വിച്ച് ടൗണിനെ ആഴ്സണൽ പരാജയപ്പെടുത്തിയ കളിയിൽ മിന്നും പ്രകടനമാണ് മാർട്ടിൻ ഒഡേഗാർഡ് നടത്തിയിരുന്ന കാര്യത്തിൽ തർക്കമില്ല. 115 ടച്ചുകൾ, കളിയിൽ ഏറ്റവും അധികം ടച്ചുകൾ അദ്ദേഹമായിരുന്നു. ഒരു അസിസ്റ്റ് 0.48 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റഡ് അസിസ്റ്റ്. 5 കീ പാസുകൾ, 9 ലോങ് ബോളുകളിൽ 9 ആക്യുറേറ്റ്, 101 പാസുകൾ, അതിൽ 90 ആക്യുറേറ്റ്, 6 ഡ്യുവൽസിൽ 3 വിൻ ചെയ്തു. ഇനി ഇതല്ല പ്രധാനപ്പെട്ടൊരു കണക്ക് കൂടി നോക്കുക. 81 പാസുകൾ അദ്ദേഹം ഫൈനൽ തേർഡിൽ, എതിരാളികളുടെ ഓപ്പോസിഷൻ തേർഡിൽ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. ഫൈനൽ തേർഡിൽ അദ്ദേഹം കൊടുക്കുകയുണ്ടായി ഇപ്സ്വിച്ച് ടൗണിനെതിരെ 81 പാസുകൾ. അതിൽ 70 ലക്ഷ്യത്തിലേക്ക് എത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ 2018 ജനുവരി 30 ഇതുപോലൊരു മാസ്മരിക പ്രകടനം മെസൂട്ട് ഓസിലിൽ നിന്നുണ്ടായിരുന്നു. 70+ പാസുകൾ ഇങ്ങനെ ഫൈനൽ തേർഡിലേക്ക് അദ്ദേഹം കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു ആഴ്സണൽ താരം ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതാണ് പറഞ്ഞത് ഓസിലിൻ്റെ വഴിയെ എന്ന്. മെസൂട്ട് ഓസിൽ വെസ്റ്റ് ബ്രോംവിച്ചിനെതിരെ 75 പാസുകൾ ഫൈനൽ തേർഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആക്യുറേറ്റ് പാസുകൾ. ദെൻ കഴിഞ്ഞില്ല സ്വാൻസി സിറ്റിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക 72 ഉണ്ടായിരുന്നു. ജോർഗിഞ്ഞോ നേരത്തെ ന്യൂ കാസിലിന് വേണ്ടി 72 പാസുകൾ ഇതുപോലെ ഫൈനൽ തേർഡിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സെസ്ക് ഫാബ്രിഗസ് ഹഡേഴ്സ്ഫീൽഡിനെതിരെ 70 പാസുകൾ ഫൈനൽ തേർഡിലേക്ക് കൃത്യമായിട്ട് കൊടുത്തിരുന്നു. ഇപ്പോഴിതാ മാർട്ടിൻ ഒഡേഗാർഡ് ഇപ്സ്വിച്ച് ടൗണിനെതിരെ 70 പാസുകൾ അതുപോലെ കൊടുക്കുന്നു. സോ മെസൂട്ട് ഓസിലിന് ശേഷം ആഴ്സണലിൽ നിന്ന് അതുപോലെ പാസുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഒരു താരം മാർട്ടിൻ ഒഡേഗാർഡ്. യെസ്, അവരുടെ മധ്യനിരയുടെ ജീവനാഡിയാണ് അദ്ദേഹം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.